കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങളിൽ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, വിശുദ്ധനായ ഗ്രിഗരി പറഞ്ഞു വെക്കുകയാണ്, ദൈവവചനം വായിക്കുന്നവരിൽ ദൈവവചനം വളർന്നു വരുന്നു എന്നുള്ളതാണ്. അതായത് ദൈവവചനം ആരൊക്കെയാണോ വായിക്കുന്നത്, അത് വായിക്കുന്നവരോടൊപ്പം ആ വചനം വളരുന്നു എന്നുള്ളതാണ്. നമ്മൾ ദൈവവചനം വായിക്കുവാൻ വലിയൊരു മനസ്സ് നമുക്കുണ്ടാകണം. വെളിപാടിൻ്റെ പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം ഇപ്രകാരമാണ് പറയുക: ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവർ, കേൾക്കുന്നവർ, പാലിക്കുന്നവർ അനുഗ്രഹീതർ. അപ്പോൾ ദൈവവചനം വായിക്കുന്നവർ അനുഗ്രഹീതരാണ്, കേൾക്കുന്നവർ അനുഗ്രഹീതരാണ്, അത് പാലിക്കുന്നവർ അനുഗ്രഹീതരാണ്. വിശുദ്ധ ഗ്രിഗരി പറയുന്നു, ദൈവവചനം വായിക്കുന്നവരോടൊപ്പം അത് വളരുന്നു. അപ്പം നമ്മൾ അനുദിനം ദൈവവചനം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം അഭിഷേകമായി നമ്മൾ വളർന്നു വരുമെന്നുള്ളതാണ്. ഈശോയ്ക്ക് ശാരീരികമായി ജന്മം നൽകിയത് പരിശുദ്ധ അമ്മയാണ്. എന്നാൽ നാം ഓരോ പ്രാവശ്യവും ദൈവവചനം വിശ്വസിച്ച് വായിക്കുമ്പോൾ ആ വിശ്വാസത്തിലൂടെ ഒരുപാട് ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവരിൽ രൂപം കൊള്ളുവാനിട വരുന്നു. എൻ്റെ വചനമനുസരിച്ച് പ്രവർത്തിക്കുന്നവരും അവരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും. അങ്ങനെ നമുക്കും ഈശോയുടെ സഹോദരങ്ങളായി മാറുവാൻ ഒരു കൃപ നമുക്ക് ലഭിക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഉരുകുന്ന മനസ്സിൻ്റെ ഭാരവുമായി ഞാൻ നിൻ പാദം തേടിയെത്തി. ഉരുകുന്ന മനസ്സിൻ്റെ ഭാരവുമായി ഞാൻ നിൻ പാദം തേടിയെത്തി. തീരാത്ത കണ്ണീർ കണങ്ങളകറ്റാൻ നാഥാ നിൻ സന്നിധിയിൽ വന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.